ഫസീല, ഡീ ഫസീല. അല്ലോ, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു സാധനത്തിനാണല്ലോ പടച്ചോനെ എനിക്ക് മരുമകളായിട്ട് കിട്ടിയത്. അതിന് മാത്രം എന്ത് പാപാ ഞാൻ ചെയ്തത്? എന്താണ്? എന്തിനാ അങ്ങനെ കടന്ന് തൊള്ള കയറുന്നു? എന്താടി ഇത്? അതെന്താന്ന് നിനക്ക് കണ്ടറിയില്ലേ? ഇതിങ്ങനെ കൂട്ടിയിട്ടാലേ തനിക്ക് വൃത്തിയാകുമൊന്നുമില്ല. ഇത് കഴുകി വെക്കണം എന്നറിയില്ലേ നിനക്ക്? ഞാൻ കഴുകിയാലും അത് വൃത്തിയാകുമൊന്നുമില്ല. നിങ്ങൾ കഴുകിയാലും ആകും. നിന്റെ എച്ചിൽ പാത്രം കഴുകാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഞാൻ തിന്ന പാത്രം മാത്രമൊന്നല്ല, നിങ്ങൾ തിന്നതും ഉണ്ട്. അതിന് ഞാൻ തന്നെ കഴുകണമെന്നുണ്ടോ? വേണമെങ്കിൽ കഴുകി, എനിക്കിപ്പോ അതല്ല പണി. പിന്നെ എന്താണാവോ തമ്പുരാട്ടിക്ക് ഇവിടെ പണി? നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കുന്നത് ഇവിടുത്തെ പണികൾ ചെയ്യാൻ തന്നെയാണേ. ഞാൻ അന്നേ അവന്റെ അടുത്ത് പറഞ്ഞതാണ്, ഇമാതിരി മുതൽ നിന്ന് നമ്മുടെ കുടുംബത്തേക്ക് കൊടുന്നാൽ ശരിയാവില്ല എന്ന്. അതിന് എങ്ങനെയാണ് തള്ളാര് പറഞ്ഞ കേക്കണ്ടേ? എന്റെ വിധി ആണെങ്കിലേ കണക്കായി പോയി. വെറുതെ ഒന്നല്ലല്ലോ, നല്ലോണം സ്ത്രീധനം എണ്ണി വാങ്ങിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ അധികം ഭരണമൊന്നും വേണ്ട. അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും പറയണ്ട നീ. 20 പവനും 1,00,000 ഉറുപ്പിയും അതാണ് ഇപ്പൊ അവൾ ഇത്ര വല്ലാണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തേ കുറഞ്ഞു പോയോ? ആ പൈസക്കാണ് നിങ്ങൾ നിങ്ങളുടെ മകളിനെ കെട്ടിച്ചു വിട്ടത്. നീ വലിയ വർത്താനൊന്നും പറയണ്ടടി. അതിന് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതല്ലേ മക്കള് പറയുള്ളൂ. തള്ളേ, നിങ്ങൾ വെറുതെ എന്റെ വീട്ടുകാരനെ പറഞ്ഞണ്ടല്ലോ. ഞാൻ ഇനിയും പറയും, നിന്റെ തന്തനെയും പറയും, തള്ളനെയും പറയും. നീ എന്താടി ചെയ്യെന്നെ? നിങ്ങളുടെയൊക്കെ വായി ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിലേ നല്ല പ്രായത്തിൽ എന്തായിരിക്കും? നിങ്ങളുടെയൊക്കെ അമ്മായിമ്മനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ലോ, ഞാൻ ഇനി എത്ര കാലം ഇതിനെയൊക്കെ സഹിക്കാനാവോ? കൂടുതൽ നെകളിക്കേണ്ട നീ. അതേ എനിക്കും പറയാനുള്ളൂ. ഈ പറഞ്ഞ സാധനം എന്റെ അടുത്തും അധികം എടുക്കാൻ നിൽക്കണ്ട. എന്റെ മകനും ഇങ്ങോട്ട് വരട്ടടി. നിന്റെ നെകളിപ്പ് ഞാൻ അപ്പം മാറ്റിത്തരാ. അയ്യോ, പറയേണ്ട താമസം. നിങ്ങളുടെ മകനെ അപ്പൊ തന്നെ വിശ്വസിക്കും. നിങ്ങളുടെ സ്വഭാവമൊക്കെ നിങ്ങളുടെ മകനക്ക് നന്നായിട്ട് അറിയാം. ചലിക്കാണ്ട് പോടി അവിടുന്ന്, രാഷണം കെട്ടത്. എവിടേക്കാ ഒരുങ്ങി കെട്ടിയിട്ട്? അതൊക്കെ നിങ്ങളെ ബോധിപ്പിച്ചോളണമെന്ന്. ബോധിപ്പിക്കണം. കാരണം ഞാൻ അവിടുത്തെ ഗൃഹനാഥ. ഇന്ന് ഗൃഹനാഥ അറിഞ്ഞോ, ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുക കല്യാണത്തിന് ഇടാന്. ആരുടെ കല്യാണത്തിന്? ആരുടെ കല്യാണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നാലേ ആ കല്യാണത്തിന് ഞാനേ പോണുള്ളൂ, നീയൊന്നും വരുന്നില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ കല്യാണത്തിന് അവിടുത്തെ മക്കളും മരുമക്കളും ആരും വന്നിട്ടില്ല. ഉമ്മ മാത്രം വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഞാൻ മാത്രം പോയാ മതി. അവര് ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുക തന്നെ ചെയ്യും. എന്നാ നീ പോണതൊന്ന് കാണണല്ലോ. എന്നാ നിങ്ങൾ അവിടെ കണ്ടോണ്ടിരുന്നോളി. അതോ, അത് പോണ വഴിക്ക് എവിടെങ്കിലും ഒന്ന് വീണ് അതിന്റെ കൈക്കും കാലം ഒന്ന് ഓടിഞ്ഞാ മതിയായിരുന്നു. ഇത് അമ്മക്കൊരു സാരി എടുത്തിട്ടുണ്ട്. ആ, 2,000 ഉറുപ്പ്യക്കായോ? എന്തായാലും നന്നായിട്ടുണ്ട്. എന്തിനെന്നാലും ഇത്ര വിലയുള്ളതൊക്കെ എടുക്കാൻ നിന്ന്? അതൊന്നും സാരില്ലമ്മ. കണ്ടോ, എനിക്ക് നീ ഒരു സാരി വാങ്ങി തന്നത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് അവിടെ. ഞാൻ തിന്നണതും കുടിക്കുന്നതും നല്ലൊരു സാരി ഉടുക്കുന്നതും ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ അവള് വന്നേ പിന്നെ ഞാനൊരു അധികപ്പറ്റ അവിടെ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഉമ്മാന്റെ വെറും തോന്നലാണ്. എന്താ ഫസീല, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാത്തത് കൊണ്ടാണല്ലോ നിന്റെ അടുത്ത് ചോദിച്ചത്. നിങ്ങളുടെ ഉമ്മാക്ക് വില കൂടിയ സാരിയും എനിക്കൊന്നിനും പറ്റാത്ത ചുരിദാറും. അപ്പൊ നിനക്കുള്ളത് നീ തന്നെയല്ലേ എടുത്തത്? അപ്പൊ നല്ലത് നോക്കി എടുക്കായിരുന്നില്ലേ? ഞാനേ നിങ്ങളുടെ പൈസ വെറുതെ കളയണ്ടല്ലോ പറഞ്ഞാണ് വില കുറഞ്ഞത് എടുത്തത്. അതിന് നീ എടുത്തതും അത്ര മോശമുള്ളതൊന്നല്ലല്ലോ. 1,750 ഉറുപ്പ്യ വിലല്ലേ അതിനും? എനിക്ക് 1,750 ഉറുപ്പ്യൻ്റെയും നിങ്ങളുടെ ഉമ്മാക്ക് 2,000 ഉറുപ്പ്യൻ്റെ ഇല്ലേ? ഞാനിത് ഇടുന്ന നിങ്ങളുടെ വിചാരം? ഞാനത് അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. ആലോചിക്കില്ല. നിങ്ങൾക്ക് എന്നെക്കാളും വലുത് നിങ്ങളുടെ ഉമ്മയാണല്ലോ. അവന് ഇന്ന് എനിക്കൊരു സാരി വാങ്ങിക്കൊണ്ടെന്നടി. 2,000 ഉറുപ്പ്യാണ് അതിന്റെ വില. കോളടിച്ചല്ലോ. അപ്പൊ ഫസീലാക്കൊന്നും വാങ്ങിയില്ലേ? പേരിനൊരു ചുരിദാറ്. അവനെന്റെ മകനായതുകൊണ്ട് പറയല്ല കേട്ടോ. ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കാൻ അവനക്ക് നന്നായിട്ട് അറിയാം. അത് പറഞ്ഞാൽ ചിലർക്കൊക്കെ പൊള്ളും. എന്നാലും പറയാ, ആ മക്കൾക്കേ തള്ളാര് കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. എന്നാ ശരിടി, ഞാൻ പിന്നെ വിളിക്കാട്ടാ.
നിങ്ങളുടെ മനയും കൊണ്ട് ഞാൻ മനസ്സ് മുട്ടുന്നുണ്ട്. എന്താന്നാലും ഇങ്ങനെ ഇന്നിപ്പോ എന്താ പ്രശ്നം? ഇന്ന് എന്നല്ല, എന്നും പ്രശ്നമാണ്. നിങ്ങളുടെ ഉമ്മാന്റെ വായേ ഒരു മിനിറ്റ് വെറുതിരിക്കില്ല. എന്നും രാവിലെ എണിച്ചു വരുന്നത് തന്നെ എന്റെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണ്. നീയും ഇപ്പൊ അത്ര മോശമൊന്നുമല്ലല്ലോ. പിന്നെ എന്നെ പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കണോ? അതിന് വേറെ ആളിനെ നോക്കിയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കും. എന്നെ എന്തിനായാലും പിടിച്ചിടുന്നത്? അപ്പൊ ഇതൊക്കെ ഞാൻ സഹിച്ചോട്ടെ എന്നാ? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, നമുക്കൊരു വാടക വീടെടുത്തിട്ട് മാറാന്ന്. അതാകുമ്പോ ആരുടെ ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ, മനസമാധാനത്തിൽ ജീവിക്കാം. ഇവിടെ തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ കുറ്റാണ്. അതുപോലെ തന്നെ മനസമാധാനത്തിലൊന്നും സംസാരിക്കാനും കൂടി പറ്റില്ല. അപ്പൊ വന്ന് ഒളിഞ്ഞു കേൾക്കും. നോക്കണ്ട, ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. നമ്മളിപ്പോ ഈ സംസാരിച്ചതും കൂടി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ആ വാതിലും തുറന്ന് നോക്കി നോക്കി. വീട് മാറി പിന്നെ ആ പ്രശ്നമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാ വാടക വീട്? നിനക്ക് നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ? അങ്ങനെ എന്റെ വീട്ടിൽ പോയിരിക്കാനല്ലല്ലോ എന്നെ എന്റെ വാപ്പ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. നീ എന്തെന്നെ പറഞ്ഞാലും ശരി, ഇപ്പൊ ഒരു വാടക വീട് എടുക്കല് നടക്കുകയില്ല. എന്തേ? ഉമ്മാന് പിന്നിരിക്കാൻ വിഷമം ഉണ്ടാവൂല്ലേ? അങ്ങനെ ഉമ്മാൻ എത്ര സ്നേഹമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെട്ടാൻ നിന്ന്? എടീ, അതുകൊണ്ടല്ല. ഇപ്പൊ ഒരു വാടക വീട് എടുത്ത് മാറാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഞാൻ. നിനക്കറിയാലോ, ഈ വീടിന്റെ ലോൺ എടുത്തിരിക്കുന്നത് എൻ്റെ പേരില്ല. അതും കാറിന്റെ ലോണും വീട്ടു ചെലവും എല്ലാം കൂടി ഇപ്പൊ തന്നെ ഞാൻ മാസം ഉന്തി തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിന്റെ ഇടയിൽ വീട്ടു വാടകയും കൂടെ എന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മളിരിക്കാത്ത വീടിന്റെ ലോൺ എന്തിനാ നിങ്ങൾ അടയ്ക്കുന്നത്? ആവശ്യമുള്ളവർ അടയ്ക്കട്ടെ വേണമെങ്കിലേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളല്ലേ, അതെങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോകും. ഇനി തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാനും കൂടി ജോലിക്ക് പോവുക. പ്രശ്നം തീർന്നില്ലേ? നീ പോകുമ്പോഴേക്കും എടുത്തു വെച്ചിട്ടുണ്ടോ അവിടെ ജോലി? ശ്രമിക്കണം. ശ്രമിച്ചാൽ നടക്കാത്തതൊന്നല്ലല്ലോ. ഇന്നത്തെ കാലത്ത് രണ്ടാളും കൂടി സമ്പാദിച്ചാൽ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഇനി അതല്ല, വീട്ടിലെ പെണ്ണുങ്ങളെ ജോലിക്കേ വീട്ടിലവർക്ക് ഇരിക്കുകയാണെങ്കിലേ കാലാകാലം ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കന്നെ ഉണ്ടാവുള്ളൂ. എന്താടാ? ഇതാ നിങ്ങൾ ചോദിച്ച പൈസ. ആ, ചോദിച്ചത് മുഴുവനുണ്ടോ? ആണ്ട്. പിന്നെ ഇത് അവളുടെ അടുത്ത് അടുത്ത മാസം തന്നെ അങ്ങോട്ട് തിരിച്ചു തരണം പറയും. ഞാനിത് അവിടെ നിന്ന് ഇവിടുന്ന് റോൾ ചെയ്തിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്കത് അടുത്ത മാസം തന്നെ തിരിച്ചു കൊടുക്കണം. ഞാൻ പറയാം. പറഞ്ഞാ പോരാ, കിട്ടണം. പിന്നെ അവസാനം ചോദിക്കുന്ന സമയത്ത് ഒരുമാതിരി ഞാൻ പിന്നെ വർത്താനം പറയാൻ പാടില്ല അവള്. ഞാൻ പറയടാ, നീ ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾ എന്തിനാ ഉമ്മാന്റെ കയ്യിൽ പൈസ കൊടുത്ത്? നിങ്ങൾ മറക്കാൻ നോക്കണ്ട. പൈസ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കണു. മറക്കിയേ? ഞാൻ എന്തിനു നിന്റെ അടുത്ത് മറക്കണ്? അല്ല, നിങ്ങൾ നിന്ന് പരുങ്ങണേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തിനാ നിങ്ങൾ പൈസ കൊടുത്തെന്ന് പറയേ? അത് ഫൗസിയാക്കെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൊടുത്തതാ. നിങ്ങൾക്ക് ഉമ്മാക്ക് കൊടുക്കാനും പെങ്ങൾക്ക് കൊടുക്കാനൊക്കെ പൈസ ഉണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അതിന് മാത്രം പൈസ അല്ല അല്ലേ? നിന്റെ ഏതാവശ്യത്തിന് ഞാൻ പൈസ തരാണ്ടിരുന്നിരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് ഇത്തിരി നേരത്തല്ലേ ഞാൻ ഇവിടുന്ന് പറഞ്ഞത് നമുക്കൊരു വാടക വീട് എടുക്കാന്ന്. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? അതിനൊന്നും എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. ഇപ്പൊ അവർക്ക് കൊടുക്കാൻ എങ്ങനെ പൈസ ഉണ്ടായത്? നീ അതിന് ഇത്രയ്ക്ക് അടുത്ത് തുള്ളൊന്നും വേണ്ട. അവൾ അടുത്ത മാസം തന്നെ അത് തിരിച്ചു തരും. കിട്ടും, നോക്കിയിരുന്നോളി. ഇതിനു മുമ്പ് കുറെ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത് തന്നെയല്ലേ. ആ പാങ്ങുമ്പോഴുള്ള പറച്ചിലല്ലാണ്ട് ഒന്നും തിരിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇതും പോയി അങ്ങോട്ട് വിചാരിച്ചോളി. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ നിന്നാലേ തലയ്ക്ക് ഭ്രാന്ത് വരും. എന്നാലും എവിടെ പോയി ആ പൈസ? ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. ഞാൻ ആ അരിക്കാലത്തിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നോ? അത് എടുത്തിട്ടുണ്ടായിരുന്നോ നീ? നിന്റെ അടുത്താ ചോദിച്ചതേ. നീ അല്ലാണ്ട് വേറെ ആരും ഇല്ല അതിപ്പോ എടുക്കാൻ ഇവിടെ. എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് ഇങ്ങോട്ട് തന്നോ. ഓസിയാക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച പൈസയാണത്. ഞാൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ? നീ അല്ലാണ്ട് വേറെ ആരും ഇല്ല അപ്പൊ അത് എടുത്തിട്ട് പോകാന്. ഞാൻ തന്നെ എടുത്തത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മര്യാദയ്ക്ക് എന്റെ പൈസ തന്നോ നീ? നിങ്ങളുടെ പൈസേ? അതെങ്ങനെ നിങ്ങളുടെ പൈസയാകുക? ഇക്ക തന്ന പൈസ അല്ലേ അത്? ഇക്കാന്റെ പൈസ എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടി പൈസയാണ്. ചലിക്കേണ്ട പൈസ ഇങ്ങോട്ട് എടുക്കടി. കക്കുവും ചെയ്തിട്ടൊന്നും വർത്താനം പറയാൻ വരുന്നവള്. എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നിങ്ങൾ ഫൗസിയാക്ക് കൊടുത്തു തന്നെ. വേണമെങ്കിലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കി. അല്ലാണ്ട് മകന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയല്ലേ ചെയ്യുക. എന്ത്? ഞാൻ കഴിച്ചോന്നോ? അതിനൊക്കെ എവിടെ നേരം? ഇവിടെ എനിക്ക് പണി ഒഴിഞ്ഞോടുണ്ടോ? അവള് പണിയെടുത്തിട്ട് കാണും. അവൾക്ക് ഫോൺ നോക്കാനേ സമയം തികയണില്ല. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പണിയെടുക്കാനല്ലേ നേരം നോക്കാം. ചെക്കനോ? ഫസ്റ്റ് അവനൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുവോ? ചെക്കന്മാർക്കൊക്കെ ഓരോ പെണ്ണുങ്ങളെ കിട്ടിയാലേ ഉമ്മാരെയൊക്കെ വേണോ? പിന്നെ അവള് പറയുന്നതല്ലേ വേദവാക്യം. ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾ ആരടുത്തപ്പ എന്റെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു? ഞാൻ ആരുടെ കുറ്റവും ആരടുത്തും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ അതല്ലേ ഇവിടെ പണി. പറഞ്ഞു കൊടുക്കാണ്ട ഞാൻ കേട്ടത്? കേട്ടെങ്കിൽ കണക്കായി പോയി. ഞാൻ കുറ്റമൊന്നല്ല പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. വരുന്നവരുടെ അടുത്തും പോണവരുടെ അടുത്തും ഒക്കെ ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളി.
അതും പോരാത്തതിന് ഫോണും വിളിച്ച് പറയണ്ടല്ലോ. ഇനി പറ്റുമെങ്കിൽ ഒരു മൈക്ക് എടുത്ത് അനൗൺസ്മെന്റ് നടത്തിക്കോളി. അതാവുമ്പോ സൗകര്യമായല്ലോ, എല്ലാരും വേഗം അറിയുമല്ലോ. നാണല്ലാത്തൊരു സാധനം. ആർക്കാടി നാണല്ലാത്തത്? തോന്നിയാസം പറഞ്ഞണ്ടല്ലോ. നിന്റെ കയ്യിരിപ്പും കൊണ്ട് തന്നെ എനിക്കിതൊക്കെ വിളിച്ചു പറയേണ്ടി വരുന്നത്. എന്താ ഇവിടെ നേരം വിളിക്കുമ്പോഴേക്കും തുടങ്ങിയ രണ്ടാളും കൂടെ? രണ്ടാളൊന്നും പറയണ്ട, നിങ്ങളുടെ ഉമ്മയാണ് തുടങ്ങി വെച്ചത്. ഉമ്മാക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? നീ എന്താണ് നിന്റെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാ? പെങ്കോന്താ. നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് വായ വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോള്. എനിക്ക് അതിന്റെ വർത്താനം കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, പറയുന്ന ആളുടെ വായിന്ന് പിന്നെ തേനും പാലാണല്ലോ ഇങ്ങോട്ട് കൊടുക്കണത്. ഡാ, നീ ഇങ്ങനെ ഒന്നിനും പോരാത്തവനായതുകൊണ്ടാടാ അവൾ ഇത്രയ്ക്ക് കടന്ന് കളിക്കുന്നത്. അവള് പറയണ ആട്ടത്തിനൊക്കെ നിന്ന് കൊടുത്തിട്ടേ അവൾക്ക് ഇപ്പം ഉമ്മാനെയും വിലയില്ല, കെട്ടിയവനെയും വിലയില്ല, ആരിനെയും വിലയില്ല. അനുഭവിച്ചോ? ഒന്ന് നിർത്തുന്നുണ്ടാ? നേരം വെളുത്താൽ തുടങ്ങും രണ്ടും കൂടെ. ഇതിനുള്ളിൽ ഇപ്പൊ സമാധാനം എന്ന് പറയാനൊന്നും ഇല്ലാണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ഞാൻ 100,000 പ്രശ്നങ്ങളോണ്ടാ പുറത്തുനിന്ന് കയറി വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് സമാധാനം തരില്ലേ? ഞാൻ അവസാനമായിട്ട് രണ്ടാൾക്കും കൂടെ ഒരു കാര്യം പറയാം. ഇനി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കാനാ പുറപ്പാടെങ്കിൽ രണ്ടിനെയും പിടിച്ച് ഞാൻ പുറത്താക്കും. കാര്യം ഞാൻ പറയാം.